ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരൂസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റാഗി കാച്ചിയതുമായിട്ടാണ്. ഈ റാഗി എന്നത് കൂവരക്, പഞ്ഞപ്പുല്ല്, മുത്താറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുധാന്യമാണ്. കാൽസ്യം, അയൺ, ഫൈബർ എന്നിവ കൂടുതൽ അടങ്ങിയതുകൊണ്ട് തന്നെ അസ്ഥികളുടെ ആരോഗ്യത്തിനും വിളർച്ച തടയാനും പ്രമേഹം നിയന്ത്രിക്കാനും നല്ലൊരു ചെറുധാന്യമാണിത്. ഇതിൽ പ്രധാനമായും ഗ്ലൂട്ടൻ രഹിതമായ ഒരു ചെറുധാന്യമാണ്. എന്നാൽ ഈ റാഗി കാച്ചിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരുമോ, വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി സ്റ്റൗ മീത ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പാണ്, അതിട്ട് കൊടുക്കാം. കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ആ കിസ്മിസ് ഒന്ന് വീർത്ത് വരണം. രണ്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റാം. പിന്നീട് കുറച്ച് ബദാമാണ്, അതിട്ട് കൊടുക്കാം. അതും നമുക്ക് കോരി മാറ്റാം. പിന്നീട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ്, അതിട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റാഗിപ്പൊടി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ തേങ്ങയാണ്, തേങ്ങയുടെ 2-ാം പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് കട്ടകളില്ലാതെ ഇളക്കി കൊടുക്കണം. ഇത് കട്ടകളില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇത് കുറുകി വരുന്നുണ്ട്. പിന്നീട് ഇതിനു വേണ്ടി മധുരത്തിനായി ഞാനൊരു 4 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിൽ കുതിരുവാൻ വെച്ചിരുന്നു. അത് മിക്സിയിലൊന്ന് അടിച്ചു കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവന്ന ഡേറ്റ്സിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. മധുരം ഇപ്പോൾ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കണം. തേങ്ങയുടെ 1-ാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് നമുക്ക് ഷുഗർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതിനു വേണ്ടി 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. നമുക്ക് മധുരം ഒന്ന് നോക്കാം. മധുരം കുറച്ച് കുറവുണ്ട്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്ത് ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ട നട്ട്സ് ഇട്ട് കൊടുക്കണം. പിന്നീട് ഇതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ബാക്കി ഗാർണിഷ് ചെയ്യാൻ എടുക്കാം. ഇത് മുത്താറി അല്ലെങ്കിൽ റാഗി കാച്ചിയത് ഇവിടെ റെഡിയാണ്. റംസാനും നോമ്പ് തുറക്കാനും ആവശ്യമായ നല്ലൊരു ഡ്രിങ്കാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നാൽ നമുക്കിതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കാം. പിന്നീട് ഒരു റോബസ്റ്റ പഴം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ഇത് ഓപ്ഷണലാണ്, ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ടേസ്റ്റിന് വേണ്ടി. അതുകൂടി ഇട്ട് കൊടുത്ത് നമുക്ക് സർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഇളക്കി കൊടുത്ത് മാറ്റാം. ഇത് 2 ഗ്ലാസ്സിലേക്ക് പകർത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി റാഗി കാച്ചിയത് ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.